ഒരുപാട് പേര് നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ അല്ലാതെ നേരിട്ടും കണ്ട് പറയാറുണ്ട്, ഉസ്താദെ രോഗമാണ്, പല അസുഖങ്ങളാണ്, ഇതിന് മരുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടർമാർ വരെ എഴുതി തള്ളിയ പല അസുഖങ്ങളും അങ്ങനെ ഉണ്ട്. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ഇനി നിങ്ങൾ ദൈവത്തോട് പറ, അങ്ങനെയൊക്കെ വരെ പറഞ്ഞ കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രശ്നത്തിലായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫാ കിട്ടാൻ, രോഗശമനം കിട്ടാൻ 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് 4 വെറും കാര്യങ്ങളല്ല, എവിടെന്നോ ആരോ പറഞ്ഞത് കേട്ട് പറയുന്നതല്ല. ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ്, വിശുദ്ധമായ ഖുർആനിലെ ആയത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള പുണ്യമായ ഒരു സ്വലാത്താണ്. ഇതൊക്കെ നമ്മൾ നിത്യമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ രോഗമുള്ള ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ തന്നെ വലിയ പുണ്യമാണ്. അപ്പോൾ ഏത് രോഗമാണെങ്കിലും ഇൻഷാ അള്ളാഹ് അതിൽ നിന്ന് ശിഫ കിട്ടാൻ ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ, നമുക്കിനി മുതൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അവസാനം വരെ കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സും എല്ലാവിധത്തിലുള്ള ബറക്കാത്തുകളും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞോ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കുന്നുണ്ട്. ഒരു സഹോദരി അവരുടെ ഈ നരമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നത്തിലാണ്. പിന്നെ ഈ ന്യൂറോ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ, ഇപ്പോൾ പനി വന്നാൽ അതിന് ഇന്നാലിന്ന മരുന്നുണ്ട്. പാരസിറ്റാമോളോ അല്ലെങ്കിൽ ഡോളോ അതൊക്കെ ഒരു മരുന്നാണല്ലോ. പിന്നെ തലവേദന വന്നാൽ, അതുപോലെ ജലദോഷം വന്നാൽ, ഇനിയിപ്പോൾ കരളിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, കുടലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ക്യാൻസറിന്, അതുപോലെ തന്നെ പിന്നെ സ്ട്രോക്ക് വന്നാൽ, അപ്പോൾ ഓരോ അസുഖത്തിനും അള്ളാഹു എല്ലാ അസുഖങ്ങളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഓരോ അസുഖം വന്നാലും അതിന് കൃത്യമായ മരുന്നുകളുണ്ട്. പക്ഷേ ഈ ന്യൂറോ പ്രശ്നം വന്നാൽ, ഈ നരമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നാൽ അതിന് കൃത്യമായ ഒരു മരുന്നില്ല, പല മരുന്നുകളാണ്. ചിലപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും. ഇപ്പോൾ ഒരു നരമ്പ് നമ്മുടെ കയ്യിൽ ബ്ലോക്ക് വന്നാൽ അവിടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അത് കട്ട് ചെയ്യും. അപ്പോൾ അവിടെ കട്ട് ചെയ്യുമ്പോൾ ശരീരത്ത് വേറെ എവിടെയെങ്കിലും അതുപോലെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത. അങ്ങനെ ന്യൂറോ പ്രശ്നം വന്നാൽ ഭയങ്കര വലിയൊരു സങ്കടമാണത്. അപ്പോൾ പിന്നെ മാത്രമല്ല ശരീരം തളർന്നു പോവുക, ഭയങ്കര ടെൻഷൻ ആവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് ഒരു രോഗത്തിൻ്റെ കാര്യമാണ്. ഇങ്ങനെ എല്ലാ രോഗങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ എല്ലാം റബ്ബ് ഷിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ രോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബിതങ്ങൾക്കും രോഗങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? രോഗം വരുന്നത് ഇപ്പോൾ പലരും ചിന്തിക്കുക, രോഗികളായ ചില ആളുകൾ പറയുന്ന വർത്താനമുണ്ട്, പടച്ചോൻ നമ്മളെ കൈവിട്ടു, അള്ളാഹ്ക്കൊന്നും നമ്മളെ ഇഷ്ടമല്ല, ഞാനൊക്കെ എത്ര നിസ്കരിച്ചതാ, ഞാനൊക്കെ എത്ര ഖുർആൻ ഓതിയതാ, ഈ അസുഖം വരുത്തല്ലേന്ന് ഞാൻ പടച്ചോനോട് എത്ര തേടിയതാ, എന്നിട്ടും അള്ളാഹു തന്നു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. പറയുന്നത് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ ഇഷ്ടമുള്ളത് അള്ളാഹിൻ്റെ ഹബീബിനെയാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ആ നബിക്ക് പോലും എത്രയോ അസുഖങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ആ പനി അല്ലെ, നബിതങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് പനിയായിരുന്നു എന്നാ നബിക്ക്. അതല്ലാത്ത ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ നബിതങ്ങൾക്ക് വന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബിയുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാം മുഴുവനും നമ്മുടെ വേദനയൊന്നും ആയിരുന്നില്ല അവരുടെയൊക്കെ വേദന. അതായത് ശരീരം മുഴുവനും ഒരുപാട് വ്രണങ്ങൾ വന്ന് അതിൽ നിന്നും പുഴുക്കളൊക്കെ പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു എന്നാണ്. കൂട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ കൈയൊഴിഞ്ഞു. മഹതിയായ റഹ്മത്ത് ബീവി, അയ്യൂബ് നബിയുടെ ഭാര്യയുടെ പേര് റഹ്മത്ത് എന്നാണ്. റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അവരായിരുന്നു അയ്യൂബ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം നമ്മൾ ക്ഷമിച്ചാൽ, രോഗങ്ങൾ വരുമ്പോൾ ക്ഷമിച്ചാൽ, അതായത് വാവിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയൽ, എനിക്ക് മരിച്ചാൽ മതി, അപ്പം മരിക്കും, അത് ആ വർത്തമാനമൊന്നും പറയരുത്. മരിക്കണോ മരിക്കണ്ടെന്നൊക്കെ അത് അള്ളയല്ല തീരുമാനിക്കണം, നമ്മളാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് മരിച്ചു കളയും എന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പോലും പാടില്ല. കാരണം ഒരു നിസ്സാരമായ കളിയല്ല മരണം എന്നൊക്കെ പറഞ്ഞാൽ. നിസ്സാരമാണോ? അല്ല. മരണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായ ഭീകരതയും അതിൻ്റേതായ വേദനകളും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ മരണം.
നമ്മളൊക്കെ ഓർക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവനൊക്കെ ഒന്ന് തൂങ്ങി മരിച്ചു അല്ലേ, അല്ലെങ്കിൽ എന്താ കൈ മുറിച്ചു മരിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി അപ്പം തന്നെ മരിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് അവനിക്കുണ്ടാകുന്ന ആ ഒരു പ്രയാസം, അത് നല്ല ആളാവട്ടെ ചീത്ത ആളാവട്ടെ, നല്ല ആളുകൾക്ക് ഒന്നുകൂടി മയമുണ്ടാകും. പക്ഷെ മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ചട്ടി വെച്ചിട്ട്, വലിയൊരു ചട്ടി, അതിലേക്ക് എണ്ണ ഒഴിച്ചു, എണ്ണ ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു ജീവനുള്ള ഒരു പക്ഷിയെ ഇട്ടു, ഒരു കുരുവി അതിനകത്തേക്ക് ഇട്ടു. അതിനെ കുരുവി ഇട്ടു. ആ കുരുവി എന്ത് ചെയ്യും? നേരെ അതിനകത്ത് പോകില്ല. കാരണം അതിന് ജീവനുള്ളത് കൊണ്ട് അത് എണ്ണയിലേക്ക് വീഴാതെ അതിങ്ങനെ പറന്ന് തന്നെ നിൽക്കും. എന്നിട്ടോ അതിൻ്റെ പുറത്തേക്ക് ഒരു മൂടി വെച്ചു. അതിൻ്റെ പുറത്തേക്ക് ഒരു മൂടി വെച്ചു. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? മുകളിലേക്ക് പറന്നു പോകാനാവാതെ, അതുപോലെ തന്നെ താഴെ നോക്കുമ്പോൾ താഴെ എന്താണ്? എണ്ണ തിളക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കിടന്ന് അതിൻ്റെ എത്രമാത്രം മാനസിക അവസ്ഥയാണോ അതുപോലെ ആയിരിക്കും മരണത്തിൻ്റെ അവസ്ഥ എന്നാണ്. ഇതൊക്കെ ചില മഹത്തുക്കൾ മരണത്തിൻ്റെ ചില ഭീകര നിമിഷങ്ങൾ പറയുന്നതാണ്. വേറെ കുറച്ച് ആളുകൾ പറയുന്നത് ഒരാളെ മരത്തിൽ കെട്ടിയിട്ടു, എന്നിട്ട് ഒരു കത്രിക കൊണ്ട് ശരീരത്തിൻ്റെ ഈ ഓരോ ഭാഗത്തുള്ള തൊലിയും, കയ്യിൻ്റെ ഭാഗത്തുള്ള തൊലി അതിങ്ങനെ പിടിച്ചിട്ട് മുറിക്കുന്നു, ഇപ്പുറത്ത് വലിച്ചു പിടിച്ചിട്ട് മുറിക്കുന്നു. ഇങ്ങനെ ശരീരത്തൊന്നും കത്രിക വെച്ച് മുറിച്ച് മുഴുവൻ മുറിച്ചാൽ എന്തായിരിക്കും വേദന? അതിൻ്റെ ഇരട്ടി വേദനയാണെന്നാണ്. അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളങ്ങനെ മരിച്ചു കളയും, എനിക്കിപ്പോൾ മരിച്ചാൽ മതി, അങ്ങനെയൊന്നും വെറുതെ പോലും പറയാൻ നിൽക്കണ്ട. കാരണം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ജീവൻ അത് അള്ളാഹ്ക്ക് മാത്രമാണ് എടുക്കാൻ അവകാശം, അല്ലാതെ നമുക്കൊരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കൊക്കെ പടച്ചോൻ അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണ്. ആത്മഹത്യ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ചില ആളുകളൊക്കെ മാനസിക നില തെറ്റിയിട്ട് അങ്ങനെ ചെയ്തു പോകാറുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ കൊടുക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും മരണമുണ്ട്. മരിക്കുന്ന സമയത്ത് ഈമാനുള്ള മരണം റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ്. നാളെ വെള്ളിയാഴ്ച ദിനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും എന്ന് തന്നെ പറയാം, അവരൊക്കെ പറയുന്നത് ഉസ്താദേ വിഷമമാണ്, സങ്കടമാണ്, ദുഃഖമാണ്, രോഗമാണ്. രോഗത്തിൻ്റെ കാര്യം പറയുന്നു. ഒരുപാട് പേര് ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ ആളുകൾ ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട്. അല്ലെങ്കിൽ പലരും ഹോസ്പിറ്റൽ വെച്ച് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാറുള്ളത്. പല ആളുകളുടെയും ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും പലവിധ അസുഖങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്ക് ഭർത്താവിന് ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാത്രമല്ല നമ്മുടെ മുൻഗാമികൾക്കും ഉണ്ടായിരുന്നു. ഒരിക്കൽ മഹാനായ അബുൽ ഖാസിമിൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മോനിക്ക് ശക്തമായ രോഗം, ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ട്, അവനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, അവനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവൻ ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥ. എന്ത് രോഗമാണെന്ന് ഒരുപാട് വൈദ്യന്മാർ വന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് മനസ്സിൽ കരുതി ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയെന്നാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ ഞാൻ അള്ളാഹിൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടു. മഹാനായ അബുൽ ഖാസിമിൽ ഖുശൈരി തങ്ങൾ പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നബിയെ എങ്ങനെയാണ് കണ്ടത്? സ്വലാത്ത് ചൊല്ലി. ഷഅബാൻ മാസത്തിലാണുള്ളത്. സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച ദിനമാണ്. സ്വലാത്തുകൾ കണ്ടമാനം എന്ന വാക്ക് ഞങ്ങൾ ഈ കാരണവന്മാർ പറയാറുണ്ട്. കണ്ടമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എണ്ണമില്ലാതെ അറ്റമില്ലാതെ ചൊല്ലേണ്ട സമയമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വിശുദ്ധമായ ഖുർആനിലുള്ള ആയത്താണ്. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ്, ദിവസമാണ്, രാവാണ്. മാത്രമല്ല ഈ സ്വലാത്ത് പല രൂപത്തിലാണ്. ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി ചില സ്വലാത്തുണ്ട്, അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ ചില സ്വലാത്തുണ്ട്, രോഗങ്ങൾ മാറാൻ ചില സ്വലാത്തുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നേടിക്കിട്ടാനുള്ള സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്, അല്ലേ? ഒരാൾക്കൊരു ആവശ്യമുണ്ട്, ഒരാഗ്രഹമുണ്ട്, അത് ഹൈറായി കിട്ടണം, അവനിക്ക് എന്ത് ചെയ്യാം? നാരിയത്ത് സ്വലാത്ത് ഓതാം. പിന്നെയോ ചില ആളുകൾക്ക് എന്താണ്? വിജയം കിട്ടണം, അത് പരീക്ഷയ്ക്ക് വിജയിക്കണം, ജീവിതത്തിൽ വിജയിക്കണം, കുടുംബത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കണം, കച്ചവടത്തിൽ വിജയിക്കണം, അവൻ സ്വലാത്തുൽ ഫാത്തിഹ് ഒരുപാട് കണ്ട് അധികരിപ്പിക്കണമെന്നാണ്. ചില ആളുകൾക്ക് ദുന്യാവും, ചില ആൾക്കെന്നല്ല എല്ലാവർക്കും ദുന്യാവും വിജയിക്കണം, ആഖിറവും വിജയിക്കണം, എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാവണം, ഇബ്രാഹിമിയ സ്വലാത്ത് അധികരിപ്പിക്കണമെന്നാണ്. ചിലർക്കോ രോഗങ്ങൾ എല്ലാം മാറണം, എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒന്ന് മാറിക്കിട്ടണം, അതിന് പറ്റിയ സ്വലാത്താണ് സ്വലാത്തു തിബ് സ്വലാത്ത്.
നമ്മൾ തിബ്ബുസ്വലാത്തിനെ പറ്റി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. തിബ്ബുസ്വലാത്ത് എങ്ങനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വ ദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒരു വട്ടം കൂടി പറഞ്ഞേ, അല്ലാഹുമ്മ, നമ്മുടെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി തരട്ടെ. ആ നിയ്യത്തിൽ രോഗങ്ങൾ മാറണമെന്നുള്ള നിയ്യത്തിൽ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഈ തിബ്ബ് സ്വലാത്ത് ഒരുപാട് കണ്ടു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ദിക്ർ പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് പവിത്രമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഇതൊരു ദിക്റായും പറയാം. ഇതൊരു അള്ളാഹുവിൻ്റെ ഇസ്മാണ്, എല്ലാമാണ്. ഇത് ഒരു മനുഷ്യൻ രോഗത്തിൻ്റെ സന്ദർഭത്തിൽ, ഇപ്പം എനിക്കൊരു പനി വന്നു, എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഞാൻ ആ അസുഖം ബാധിതനായിട്ട് ഞാനിത് 40 വട്ടം ഒരു ദിവസം പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ കിടക്കുക, ആ കിടക്കത്തിൽ പറഞ്ഞാൽ മതി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ കിടന്നുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ 40 വട്ടം ഒരു ദിവസം പറഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ രോഗം അല്ലാഹു തആല ശിഫയാക്കി തരും, അല്ലെങ്കിലോ ഇനി മരണമാണ് പടച്ചവന് വിധിച്ചിട്ടുള്ളതെങ്കിൽ ആ മരണം ഷഹീദിന്റെ കൂലിയുള്ള മരണമായിരിക്കുമെന്നാണ്. അപ്പോൾ തിബ്ബു സ്വലാത്ത് അധികരിപ്പിക്കണേ, രോഗം ശിഫയാകും. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ദുആ അധികരിപ്പിക്കണേ, എന്താണ്, നമ്മുടെ രോഗങ്ങൾ മാറും. പിന്നെയോ സാധാരണ നമുക്ക് ദുആരക്കാം, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അതൊരു ദുആയാണ്. എങ്ങനെ? അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ, അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ. യാ ഷാഫിയൽ അംറാൽ, രോഗങ്ങളെ ശിഫയാക്കുന്ന ഷാഫിയാകുന്ന അല്ലാഹ്, നീ രോഗങ്ങളെ ശിഫയാക്കണേ. അതൊരു ദുആയാണ്. എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അപ്പോൾ 3 കാര്യം പഠിച്ചു. ഒന്ന്, സ്വലാത്തു തിബ്ബ് സ്വലാത്ത് നമ്മുടെ രോഗങ്ങൾ മാറാൻ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെ അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അപ്പോൾ 3 കാര്യം പഠിച്ചില്ലേ? ഇനി 4ാമത്തെ കാര്യം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് മഹാനായ അബുൽ ഖാസിമിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകന് ഒരു അസുഖം വന്നു, ശരീരമാകെ തളർന്നു പോകുന്ന വല്ലാത്തൊരു അസ്വസ്ഥത, എന്ത് ചെയ്യണമെന്നറിയില്ല. ഡോക്ടർമാരൊക്കെ ഒരുപാട് പേര്, വൈദ്യന്മാർ വന്ന് പരിശോധിച്ചു, രോഗം മാറൂല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സ്വലാത്ത് ചൊല്ലി കിടന്നു. അവസാനം മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. അങ്ങനെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബിയോട് ഈ വിഷമം, ഈ സങ്കടം മഹാനായ അബുൽ ഖാസിമുൽ ഖുശൈരി തങ്ങൾ പറഞ്ഞു എന്നാണ്. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്ത്? ഷിഫാഇൻ്റെ 6 ആയത്തുകൾ, വിശുദ്ധമായ ഖുർആനിലുള്ള 6 ആയത്തുകൾ, ഈ 6 ആയത്തും ഷിഫാഇൻ്റെ ആയത്താണ്, അതായത് രോഗശമനത്തിനുള്ള ആയത്താണ്. ഈ 6 ആയത്തുകളും ഒരു പാത്രത്തിൽ എഴുതുകയും അതിനെ വെള്ളം കൊണ്ട് മായ്ക്കുകയും ആ വെള്ളം കുട്ടിയെ കുടിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ മഹാനായ അബുൽ ഖാസിമുൽ ഖുശൈരി തങ്ങളുടെ മകൻ്റെ രോഗം, എന്താണോ രോഗം, അത് മുഴുവനും മാറിയെന്നാണ്. ഈ ആയത്ത് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ പ്ലേറ്റിൽ എഴുതുന്ന ആ ഒരു, അതിപ്പോൾ ഈ ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ടാകും, ഈ പ്ലേറ്റിൽ എഴുതുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അത് ഇങ്ങനെ എഴുതാനുള്ള മഷിയും അതിൻ്റെ പേനയൊക്കെ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് തന്നെ എഴുതാം, തേൻ കൊണ്ട് എഴുതാൻ പറ്റും. തേൻ കൊണ്ട് നമുക്ക് ഒരു എന്താണ് മറ്റേ ഈ ഈർക്കിലി കൊണ്ട് അങ്ങനെ എഴുതുന്ന മഹാന്മാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഉസ്താദ്, അദ്ദേഹം ഇങ്ങനെ ഒരു പ്ലേറ്റ് നമ്മുടെ സാധാരണ ഈ ഭക്ഷണം കഴിക്കുന്ന പൊട്ടുന്ന പ്ലേറ്റ് ഇല്ലേ, ചില്ലിൻ്റെ, ആ ചില്ല്, അതായത് വെളുത്ത ചില്ലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, വെളുത്ത ചില്ലിൻ്റെ പ്ലേറ്റ്, അതിൽ ഇങ്ങനെ തേൻ മുക്കിയിട്ട് ഈ ഈർക്കിലി കൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. ആ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതുമ്പോൾ ഈ ആയത്ത് ഖുർആനിലുള്ളത് പോലെ തന്നെയല്ല എഴുതേണ്ടത്, മറിച്ച് ഈ ആയത്തിലുള്ള ഓരോ അക്ഷരങ്ങളും വേറിട്ട് എഴുതണം. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണെങ്കിൽ ബാ, സീന്, മീമ്, അലിഫ്, ലാം, അങ്ങനെ ഓരോ അക്ഷരം വേറിട്ട് എഴുതണം. അങ്ങനെ എഴുതിയിട്ട്, അത് തേൻ കൊണ്ടാണ് എഴുതുന്നത്, അത് എഴുതിയിട്ട് എന്ത് ചെയ്യണം,
തേൻ കൊണ്ട് എഴുതാം, പിന്നെ ഇതിൻ്റെ പ്രത്യേകമായ പേനയും മഷിയും കിട്ടും, അതുകൊണ്ടും എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് സാധാ പച്ചവെള്ളം കൊണ്ട് അതിങ്ങനെ കഴുകി അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചൊഴിച്ച് ഒരായത്തെഴുതും, അത് വെള്ളം കൊണ്ട് കഴുകും, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും, മാറ്റിവെക്കും, എന്നിട്ട് അടുത്ത ആയത്തെഴുതും, അത് മാറ്റും. അങ്ങനെ എഴുതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ മഹാനായ അബുൽ ഖാസിമുൽ ഖുശൈരി തങ്ങൾ ചെയ്തു. എന്നിട്ട് മകനെ കുടിപ്പിച്ചു, മകൻ്റെ രോഗം മാറിയെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആയത്തുകൾ? ഷിഫാഇൻ്റെ 6 ആയത്തുകൾ, വിശുദ്ധമായ ഖുർആനിലെ 6 സൂറത്തുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹാന് പഠിപ്പിച്ചു കൊടുത്ത 6 ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ആയത്ത്. അപ്പോൾ ഏത് രോഗമാവട്ടെ, ഇപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്നതാവട്ടെ, കരളിൻ്റെ പ്രശ്നമാവട്ടെ, ന്യൂറോയുടെ പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ ആവട്ടെ, അങ്ങനെ ഏത് അസുഖമാണ്, അള്ളാഹു എല്ലാവർക്കും ഷിഫാ കൊടുക്കട്ടെ. ഏത് രോഗമാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യുക? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഈ 6 ആയത്തുകളും ഓതി ഒരു വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ആ വെള്ളം നമുക്ക് രോഗമാർക്കാണോ ഉള്ളത് അയാളെ കുടിപ്പിക്കാം. രോഗിക്ക് സ്വന്തമായി മന്ത്രിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ മന്ത്രിച്ചും കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് ഏതാണ്? സൂറത്തു തൗബയുടെ 14-ാമത്തെ ആയത്ത്. ഏതാണത്? വയഷ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. ഒന്നാമത്തെ ആയത്ത് വയഷ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തേത് സൂറത്തു ശുഅറാഇന്റെ 80-ാമത്തെ ആയത്താണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഇതാണ് രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തേത് വിശുദ്ധമായ ഖുർആൻ സൂറത്തു യൂനുസിന്റെ 57-ാമത്തെ ആയത്താണ്. قد جاءتكم موعظة من ربكم وشفاء لما في الصدور. ഒന്നുകൂടി, സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്ത്. قد جاءتكم موعظة من ربكم وشفاء لما في الصدور. നാലാമത്തെ ആയത്ത് സൂറത്തു നഹലിന്റെ 69-ാമത്തെ ആയത്താണ്. يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس. ഒന്നുകൂടി, يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس. ഇനി അഞ്ചാമത്തേത് സൂറത്ത് ഇസ്രാഇന്റെ 82-ാമത്തെ ആയത്ത്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. ആറാമത്തേത് സൂറത്തു ഫുസ്സിലത്തിന്റെ 44-ാമത്തെ ആയത്ത്. قُلْ هُوَ لِلَّذِينَ آمَنُوا هُدًى وَشِفَاءٌ. അങ്ങനെ ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാഅ. അപ്പോൾ വിശുദ്ധമായ ഖുർആനിലെ 6 സൂറത്തുകളിലെ 6 വ്യത്യസ്തമായ ആയത്തുകൾ, എല്ലാം ചെറിയ ചെറിയ ആയത്തുകളാണ്. അപ്പോൾ ഈ 6 ആയത്തുകളും നമുക്ക് ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രം വെള്ളത്തിൽ ഈ 6 ആയത്തുകളും നമ്മൾ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ആ വെള്ളം നമ്മുടെ രോഗത്തിനാണെങ്കിൽ നമുക്ക് കുടിക്കാം, മറ്റുള്ള നമ്മുടെ മക്കളുടെയോ ഭാര്യയുടെയോ ഒക്കെ പ്രയാസമാണെങ്കിൽ അവർക്കും കൊടുക്കാം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ ഖാസിമുൽ ഖുശൈരി എന്ന് പറയുന്ന മഹാന് സ്വപ്നത്തിൽ വന്ന് അറിയിച്ചു കൊടുത്ത ഷിഫാഇന്റെ 6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറാൻ, ഏത് രോഗം ഷിഫയാവാൻ ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യം. ഒന്ന് സ്വലാത്തു തിബ് സ്വലാത്ത്. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പുണ്യമായ ദിക്ർ. മൂന്നാമത്തേത് ഒരു ദുആയാണ്, അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ യാ ഷാഫിയൽ അംറാദ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് 4 കാര്യമാണ് മൊത്തത്തിൽ നമ്മൾ പഠിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 4 കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതുവഴി എല്ലാ രോഗങ്ങളും, നമ്മുടെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറാനും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും കിട്ടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ പല പ്രയാസത്തിലാണ്, രോഗത്തിലാണ്, അള്ളാഹു താല അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ലക്ഷദ്വീപുകാരായ ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയുടെ പരിസരത്തൊക്കെ ഈ റൂമൊക്കെ എടുത്ത് താമസിച്ച് അവർ ഈ പരിസരത്തുള്ള ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ ചികിത്സയ്ക്കായി വന്നവരാണ്. അതുപോലെ തന്നെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ എറണാകുളം ഭാഗത്ത് പല ഹോസ്പിറ്റലുകളിലായി
വർഷങ്ങളായി ചികിത്സയ്ക്ക് വേണ്ടി വന്നവരുണ്ട്. അവർ പലരും വന്ന് ദുആ ചെയ്യാൻ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ രോഗങ്ങളിലാണോ പ്രശ്നങ്ങളിലാണോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഈ പുണ്യമായ മാസത്തിൻ്റെ പുണ്യമായ ദിവസത്തിൻ്റെ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹുവെ പടച്ചവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആരൊക്കെ എന്തൊക്കെയാണോ മനസ്സിൽ മുറാദുകൾ കരുതിയിട്ടുള്ളത്, ഞങ്ങളുടെയും അവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.